സോ ഇതാണ് നമ്മൾക്ക് ഫുജിഷ്ക ERPയുടെ വാൻ ആപ്പ് വരുന്നത്. മീതെ തന്നെ നമുക്ക് സിങ്ക് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ വാനിലേക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി താഴെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രൊഡക്ട്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇതിൽ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഇമേജും കൂടി ഉൾപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ വാൻ സെയിൽസ്മാന് ഈസി ആയിട്ട് പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് താഴെ തന്നെ വാൻ സെയിൽസിൻ്റെ സംബന്ധമായിട്ടുള്ള റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാൻ ട്രാൻസ്ഫർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വാൻ സെയിൽസ്മാന് ഒരു റൂട്ടിൽ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ബ്രാഞ്ചിലേക്ക് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ വാൻ ട്രാൻസ്ഫർ റിക്വസ്റ്റ് പോയിട്ട് അവർക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ലിസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഈ ഒരു മാപ്പിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ലൊക്കേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി പുതിയൊരു കസ്റ്റമറിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്ന ഇവിടെ റെസിപ്റ്റ് ക്രിയേഷൻ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ക്രിയേഷൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് സെയിൽസ് ഓർഡർ അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ ഉള്ള ഓപ്ഷൻ ഉണ്ട്. സെയിൽസിൽ പോയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാമ്പിൾ സെയിൽസ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് ഏത് പ്രിൻ്ററും സപ്പോർട്ട് ചെയ്യും. ബ്ലൂടൂത്ത്, ഡോട്ട് മാട്രിക്സ്, A4, തെർമൽ എല്ലാം സപ്പോർട്ട് ചെയ്യും. ഇനി പുതിയൊരു സെയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ന്യൂ സെയിൽസിൽ പോവാം. അതിനുശേഷം നമുക്കിവിടെ കസ്റ്റമറിൻ്റെ നെയിം ഒന്നെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ട് സെർച്ച് ചെയ്യാം, അതല്ലെങ്കിൽ മാനുവലായിട്ട് കസ്റ്റമറിനെ സെർച്ച് ചെയ്യാം. പിന്നെ നമുക്ക് മീതെന്ന് തന്നെ ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ ബാങ്ക് ആണോ ബോത്ത് ആണോ എന്നുള്ളത് പേയ്മെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ആഡ് ഐറ്റംസ് പോവാം. അല്ലെങ്കിൽ ബാർകോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ബാർകോഡ് വെച്ച് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ മാനുവലായിട്ട് പ്രൊഡക്റ്റ് ബ്രൗസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. ഐറ്റം ക്വാണ്ടിറ്റി എത്രയാണോ അത് സെലക്ട് ചെയ്യാം. ഏത് യൂണിറ്റിലാണ് നമുക്ക് വിൽക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇനി ഐറ്റം ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം ആഡ് ഐറ്റംസ് കൊടുക്കാം. പിന്നെ ഈ ഒരു സെയിൽസിൻ്റെ കേസിൽ വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പ്രൈസിൻ്റെ ബിലോ സെയിൽസ്മാൻ പ്രൈസ് എഡിറ്റ് ചെയ്യരുതെന്നുണ്ടെങ്കിൽ നമുക്കത് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ വൈസ് നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യാതെ നമുക്ക് ബൈ നമ്പർ ഓഫ് ഡേയ്സ് അതുപോലെ തന്നെ ബൈ എമൗണ്ട് ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രൈസ് ഗ്രൂപ്പ് സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ വൈസ് ഡിസ്കൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് നമ്മുടെ വാൻ ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഇത്രയാണ് നമുക്ക് വാൻ ആപ്പിൽ വരുമ്പോൾ ഉള്ളത്.